കാനഡയിൽ ഉപരിപഠനത്തിനായി എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ മികച്ച ജീവിത നിലവാരമാണ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ലക്ഷങ്ങൾ ഫീസായി അടയ്ക്കുന്ന വിദ്യാർത്ഥികൾ കോളേജുകളിൽ എത്തുന്നില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് ഇനി നല്ല കാലമായിരിക്കില്ലെന്ന് കാനഡയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള 20,000 പേർ കോളേജുകളിൽ ഹാജരായിട്ടില്ല. ഇമിഗ്രേഷൻ, റെഫ്യൂജി ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ 2024 റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വിദേശത്ത് നിന്നെത്തിയ ആകെ 1,00,000-ഓളം വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ കാണാതായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ 5.4% കോളേജുകളിൽ എത്താതിരിക്കുന്നതെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പല രാജ്യങ്ങളിൽ നിന്നായി എത്തിയ നിരവധി വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ കോളേജുകളിൽ എത്താതിരിക്കുന്നതെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് റെജീമിന് കീഴിലാണ് വിവരശേഖരണം നടത്തിയത്. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ 144 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ ഫിലിപ്പീൻസിലെ 688 പേരും ചൈനയിൽ നിന്നുള്ള 4,279 പേരും അഡ്മിഷൻ എടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന കണക്കുകളും പുറത്തുവരുന്നുണ്ട്. എങ്കിലും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കൂടുതലായും കോളേജുകളിൽ എത്താതിരിക്കുന്നത്. ഉപരിപഠനത്തിനായി വിദേശത്തെത്തിയ വിദ്യാർത്ഥികൾ സ്റ്റഡി പെർമിറ്റ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വർഷത്തിൽ 2 തവണ എൻറോൾമെന്റുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തണമെന്നാണ് കാനഡയിലെ നിയമം. വിദ്യാർത്ഥികൾ കോളേജുകളിൽ എത്താതിരിക്കുമ്പോൾ കനത്ത നടപടികളിലേക്ക് കാനഡ കടക്കുമെന്നും നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുകയും നാടുകടത്തുകയും ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഒരിക്കലും കാനഡയിലേക്ക് തിരികെ പോകാൻ സാധിക്കുകയില്ല. അതേസമയം കാനഡയിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ കോളേജുകളിൽ പ്രവേശിക്കാതെ തന്നെ അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാനഡ US അതിർത്തികളിലൂടെ കുടിയേറ്റം ശക്തമാകുന്നതിന് ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇത്തരം ഏജൻസികളെക്കുറിച്ച് ഇന്ത്യയിൽ നിന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2024 റിപ്പോർട്ട് അനുസരിച്ച് 10 ലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികളാണ് കാനഡയിൽ പഠിക്കുന്നത്. കാനഡയിലെ രാഷ്ട്രീയ സാഹചര്യം മാറി വരുന്നതിനിടയിൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കോളേജുകളിൽ വരാതിരിക്കുന്നതിനെ അധികൃതർ ശക്തമായ വിമർശനമാണ് മുൻപോട്ട് വയ്ക്കുന്നത്. വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പെരുമാറുന്നത് അവരുടെ ഭാവിക്ക് തന്നെ ദോഷം ചെയ്യുമെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഓപ്പൺ വർക്ക് പെർമിറ്റ് കാനഡ പുതുക്കിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും വിദേശ തൊഴിലാളികളുടെയും ജീവിത പങ്കാളികൾക്ക് കാനഡയിലേക്ക് പോകാൻ സാധിക്കും. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ജസ്റ്റിൻ ട്രൂഡോ പടിയിറങ്ങിയതിന് പിന്നാലെയാണ് കനേഡിയൻ സർക്കാരിന്റെ പുതിയ മാറ്റങ്ങൾ. കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ മാറ്റം കൂടുതൽ പ്രയോജനപ്പെടുക. രാജ്യാന്തര വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങൾക്ക് കാനഡയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വഴിയൊരുക്കുന്ന പെർമിറ്റാണ് ഓപ്പൺ വർക്ക് പെർമിറ്റ്. കൂടാതെ ഇതിനായി ജനുവരി 21 പുതുക്കിയ ഓപ്പൺ വർക്കിംഗ് പെർമിറ്റിനായി യോഗ്യരായ വിദ്യാർത്ഥികളുടെയും വിദേശ തൊഴിലാളികളുടെയും പങ്കാളികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതേസമയം കാനഡയിലേക്ക് പഠനാനുമതി ലഭിച്ച 50,000-ഓളം അന്തർദേശീയ വിദ്യാർത്ഥികളെ അവരുടെ നിയുക്ത കോളേജുകളിലും സർവകലാശാലകളിലും നോ ഷോ ആയി കണക്കാക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്ത്യൻ പൗരന്മാരാണ് ഈ പട്ടികയിൽ കൂടുതലായും ഉൾപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസത്തെ സർക്കാർ കണക്കുകൾ ഉദ്ധരിച്ച് 19,582 വിദ്യാർത്ഥികളുടെ പേരുകളാണ് പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് വിവരം.